ഇതിൻ്റെ നല്ല പീസ് വരുന്നത് ഫ്രണ്ടിൽ കുറച്ച് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത പീസാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടണം. അതിനായിട്ട് നമ്മളൊരു കുറച്ച് പിന്ന് കുത്തി വയ്ക്കാം. അതിൻ്റെ ലൈനൊക്കെ കറക്റ്റാക്കി വന്നിട്ട് സെൻറ്ററും കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഓരോ ഭാഗവും പിൻ ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ അത് വെട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും. ഹായ്, വെൽക്കം ടു മൈ ചാനൽ. 45 ഇഞ്ച് വണ്ണവും 46 ഇഞ്ച് ഇറക്കമുള്ള ഒരു ടോപ്പാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ തുണി 4ആയിട്ട് മടക്കിയെടുക്കാം. ലൈനിങ് തുണിയിലാണ് ആദ്യം വെട്ടണത്. 14.5 ഇഞ്ച് വീതിയിൽ തുണി മടക്കിയെടുക്കണം. ആദ്യം തന്നെ ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 8 ഇഞ്ച് മാർക്ക് ചെയ്യണം. കൈക്കുഴി 8 ഇഞ്ച് മാർക്ക് ചെയ്യണം. അവിടെ ഒരു ബോക്സ് വരച്ചിട്ട് 8 ഇഞ്ചിൻ്റെ പകുതി 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു കർവ് ഷേപ്പിൽ വരച്ചെടുക്കണം. ടോപ്പിൻ്റെ വണ്ണം വരുന്നത് 45 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 പറയുമ്പോൾ 11.25 ഇഞ്ചാണ്. അപ്പോൾ 11.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ചും മാർക്ക് ചെയ്യാം. ഇതിൻ്റെ വേസ്റ്റ് ഇറക്കം വരുന്നത് 15 ഇഞ്ച്. പിന്നെ ഇതിൻ്റെ ഹിപ്പ് ഇറക്കം വരുന്നത് 19 ഇഞ്ച്. ഇതിൻ്റെ സ്ലിറ്റ് ഇറക്കം വരുന്നത് 24 ഇഞ്ചാണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഇറക്കം വരുന്നത് 46 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പിനും മടക്കിയടിക്കുന്നതിനായിട്ട് ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് 48 ഇഞ്ച് നമുക്കതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ലൈനിങ്ങും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ തുണി കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കറക്റ്റ് തന്നെ എടുക്കുകയാണ്. ഇതിൻ്റെ വേസ്റ്റ് അളവ് വരുന്നത് 41 ഇഞ്ചാണ്. ഇതിന് കുറച്ച് ലൂസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് 1 ഇഞ്ച് ലൂസ് ഇടുന്നുണ്ട്. അതുകൊണ്ട് 42 ഇഞ്ചാണ് എടുക്കുന്നത്. 42 ഇഞ്ചിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 10.5 ഇഞ്ച്. 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ചും മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഹിപ്പ് അളവ് വരുന്നത് 46 ഇഞ്ചാണ്. അതിൻ്റെ 4/1 11.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യാം. ഇതിൻ്റെ സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നത് 50 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 12.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ മടക്കിയടിക്കുന്നതിനായിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്താൽ മതി. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്തത് നമുക്ക് കൂട്ടി വരച്ചെടുക്കാം. ഇതിൻ്റെ ഫ്ലെയർ വരുന്നത് 27 ഇഞ്ചാണല്ലോ. അപ്പോൾ നമ്മളവിടെ ഒരു 14.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആ മാർക്ക് ചെയ്തതിലേക്ക് നമ്മൾ സ്ലിറ്റിന് മാർക്ക് ചെയ്തതിന് ഒരു വര കൊടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്തതിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൈയുടെ ഇറക്കം വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ മടക്കിയടിക്കുന്നതിനും തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് കൂട്ടിയെടുത്ത് 14 ഇഞ്ച് എടുക്കണം. ഇതിൻ്റെ കൈ സെൻറ്ററിൽ ജോയിൻ്റ് ചെയ്താണ് വെക്കണത്. തുണി എടുക്കുമ്പോൾ കൂട്ടിയെടുക്കുന്നതിനായിട്ട് ഒരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ച് ഉള്ളവർക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കണം. അതിൻ്റെ വണ്ണം 10 ഇഞ്ച് എടുക്കണം. ഇതിൻ്റെ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഇവിടെ നിന്ന് ഒരു കർവ് ഷേപ്പിൽ വരച്ചെടുക്കണം. ഇതിൻ്റെ കൈയുടെ അടിയിലെ വണ്ണം വരുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് എടുക്കണം. തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ച് എടുക്കണം. അവിടെ നിന്ന് കൈക്കുഴിക്ക് മാർക്ക് ചെയ്തതിൻ്റെ അവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് ചെയ്തതിൽ കൂടെ വെട്ടിയെടുക്കുക. ഇതിൻ്റെ നല്ല പീസ് വരുന്നത് ഫ്രണ്ടിൽ കുറച്ച് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത പീസാണ് വരുന്നത്.
അപ്പോൾ അതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടണം. അതിനായിട്ട് നമ്മളൊരു കുറച്ച് പിന്ന് കുത്തി വയ്ക്കാം. അതിൻ്റെ ലൈനൊക്കെ കറക്റ്റാക്കി വന്നിട്ട് സെൻറ്ററും കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഓരോ ഭാഗവും പിൻ ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ അത് വെട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും. അങ്ങനെ നീങ്ങിപ്പോയാൽ തച്ച് കഴിയുമ്പോൾ കറക്റ്റ് സെൻറ്റർ കിട്ടില്ല. പൂവൊക്കെ ബോർഡറൊക്കെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകും. നെക്കിൽ എംബ്രോയ്ഡറി ഉള്ളതുകൊണ്ട് നെക്കിൻ്റെ ഇറക്കം നോക്കിയിട്ട് ആ ഇറക്കത്തിൽ വേണം ലൈനിങ് വയ്ക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിൽ വച്ചിട്ട് നല്ല പീസിൽ വരച്ചെടുക്കണം. അതിനുശേഷം ഇത് വെട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ കൈക്കുഴി കറക്റ്റായിട്ട് വെട്ടില്ല, ലൈനിങ് വെച്ചടിച്ചതിന് ശേഷമാണ് വെട്ടിക്കളയണുള്ളൂ. അതിന് ശേഷം ബാക്കി മാർക്ക് ചെയ്തതിൽ കൂടെ വെട്ടിയെടുക്കാം. ഇതിൻ്റെ സ്ലീവും 2 പീസ് ജോയിൻ്റ് ചെയ്ത് വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ 4 പീസ് നല്ല തുണിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ്ങിനായിട്ട് വെട്ടി പീസ് വെച്ച് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് ചെയ്തതിൽ കൂടെ വെട്ടിയെടുക്കാം.